Hello students, നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ട്രാൻസ്ഫോംസ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ട്രാൻസ്ഫോം ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമിന് പുറമേയുള്ള ഒരു 2 ട്രാൻസ്ഫോംസിനെ കുറിച്ചിട്ടാണ്. അതറിയപ്പെടുന്നത് ബൈനറി ട്രാൻസ്ഫോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് 2 ഹഡമാർഡ് ട്രാൻസ്ഫോമും വാഷ് ട്രാൻസ്ഫോമുമാണ് ആ 2 ട്രാൻസ്ഫോംസ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഹഡമാർഡ് ട്രാൻസ്ഫോമിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. സോ ഹഡമാർഡ് ട്രാൻസ്ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഷ് ട്രാൻസ്ഫോം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഹഡമാർഡ് ട്രാൻസ്ഫോം ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഹഡമാർഡ് വാഷ് ട്രാൻസ്ഫോമിന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഈ ഹഡമാർഡും വാഷ് ട്രാൻസ്ഫോംസും നോൺ സൈനോസോയിഡൽ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ് ആണ്. നോൺ സൈനോസോയിഡൽ ആയിട്ടുള്ള ഓർത്തോഗണൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്കാണ് എന്ത് ഹഡമാർഡും വാഷും. അതൊന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഈ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്ന ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം, അതുപോലെ തന്നെ ഇനി പഠിക്കാൻ പോകുന്ന ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം ഉണ്ട്, DFT ഉണ്ട്, DCT. ഇതൊക്കെ എന്താണ് സൈനോസോയിഡൽ എന്തായിരുന്നു ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ് ആയിരുന്നു. ഇവിടെ ഹഡമാർഡും വാഷും എന്താണ് നോൺ സൈനോസോയിഡൽ ആയിട്ടുള്ള ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്കാണ് എന്ത് ഹഡമാർഡും വാഷും എന്നുള്ളത് ഓർത്ത് വെക്കുക. ദാറ്റ് ഡീകമ്പോസസ് എ സിഗ്നൽ ഇൻറ്റു, അതെന്ത് ചെയ്യുന്നത്, ഡീകമ്പോസ് ചെയ്യുന്നു സിഗ്നൽസിനെ ഇൻറ്റു എന്താണ് സെറ്റ് ഓഫ് ബേസിക് ഫങ്ഷൻസ്. ബേസിസ് ഫങ്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സെറ്റ് ഓഫ് ബേസിസ് ഫങ്ഷൻസ് ആയിട്ട് സിഗ്നൽസിനെ ഡീകമ്പോസ് ചെയ്യാണ് ആര് ചെയ്യുന്നത്, ഈ ഹഡമാർഡും വാഷും ഒക്കെ ചെയ്യുന്നത്. ദിസ് ബേസിസ് ഫങ്ഷൻസ് ആർ വാഷ് ഫങ്ഷൻസ് ആൻഡ് ഹഡമാർഡ് ഫങ്ഷൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ സെറ്റ് ഓഫ് ബേസിസ് ഫങ്ഷൻസ് ആയിട്ടാണ് ഡീകമ്പോസ് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. സോ അതിന് ആ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, വാഷിന്റെ കേസിൽ വാഷ് ട്രാൻസ്ഫോർമേഷന്റെ കേസിൽ വാഷ് ഫംഗ്ഷനും അഥവാ അല്ലെങ്കിൽ വാഷ് മെട്രിക്സ് ആണെന്നൊക്കെ നമ്മൾ പറയും. ഹഡമാർഡ് ഫംഗ്ഷന്റെ കേസിൽ ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷന്റെ കേസിൽ ഹഡമാർഡ് ഫംഗ്ഷനുമാണ് അതിന്റെ കേസിലുള്ള ബേസിസ് ഫങ്ഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഹഡമാർഡ് മെട്രിക്സും അതിൻ്റെ കേസിൽ വരുന്നുണ്ട്. ദ മെമ്മറി റിക്വയർഡ് ടു സ്റ്റോർ ദ ബേസിസ് ഫങ്ഷൻ ഈസ് വെരി ലോ. നമ്മൾ ഈ ഒരു ബേസിസ് ഫങ്ഷൻസ് നമ്മൾ സെറ്റ് ഓഫ് ബേസിസ് ഫങ്ഷൻസ് ആക്കിയിട്ടാണ് മാറ്റുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ബേസിസ് ഫങ്ഷൻസിന് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി എന്തായിരിക്കും, കുറഞ്ഞ മെമ്മറി മതി നമുക്ക്, വെരി ലോ മെമ്മറി റിക്വയർഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ബേസിസ് ഫങ്ഷൻസ് ആയിട്ടാണ് ഈ സിഗ്നൽസിനെ ഡീകമ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഇത് മെമ്മറി കുറഞ്ഞത് അഥവാ ബേസിസ് ഫങ്ഷൻസിന് മെമ്മറി മതി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിസ് ഫങ്ഷൻസിന്റെ വാല്യൂ എന്തേ വരുള്ളൂ, എയ്തർ +1 ഓർ -1. ബേസിസ് ഫങ്ഷൻസിന്റെ വാല്യൂ എയ്തർ +1 ഓർ -1 എന്നുള്ള രീതിയിലേ വരുന്നുള്ളൂ. ഓക്കെ, 2 വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ബൈനറി ട്രാൻസ്ഫോംസ് എന്നുള്ള രീതിയിൽ വരാനുള്ള കാരണം. ഓക്കെ, ഇത് നമുക്ക് ഹഡമാർഡ് ട്രാൻസ്ഫോംസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ട്രാൻസ്ഫോംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹഡമാർഡ് ട്രാൻസ്ഫോംസും എന്താണ് ചെയ്യുന്നത്, കൺവേർഷൻ ഫ്രം സ്പേഷ്യൽ ഡൊമൈൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ. സ്പേഷ്യൽ ഡൊമൈനിലുള്ള ഒരു ഇതിന് ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് അല്ലെങ്കിൽ ഒരു സിഗ്നൽസിനെ നമ്മൾ അതിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹഡമാർഡ് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് ഹഡമാർഡ് മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഹഡമാർഡ് മെട്രിക്സ് മെക്കാനിസംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. ഈ ഹഡമാർഡ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഏറ്റവും സിമെട്രിക് ആയിരിക്കും, അതുപോലെ തന്നെ നോൺ സൈനോസോയിഡൽ ഫംഗ്ഷനും ആയിരിക്കും. ഓക്കെ, ഹഡമാർഡ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സിമെട്രിക് ആയിരിക്കും, സിമെട്രിക് ആണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ നോൺ സൈനോസോയിഡൽ ഫംഗ്ഷനാണ് ഈ ഹഡമാർഡ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്കൊരു 1 ഡയമെൻഷണൽ ഇമേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ, ആ 1 ഡയമെൻഷണൽ ഇമേജ് ആണ് നമുക്ക് തന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ 2 ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇക്വേഷൻസും ആ ഒരു മെട്രിക്സും പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ 1 ഡയമെൻഷണൽ ഇമേജ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുന്ന F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ F = H × സ്മോൾ f ആണ്. സ്മോൾ f എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള
ഇമേജിൻ്റെ ആ ഒരു ഫംഗ്ഷനാണ്, ഇമേജിൻ്റെ ഫംഗ്ഷനാണ്. നമുക്ക് ഏത് ഇമേജിനെയാണോ ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ നടത്തേണ്ടത്, ഏത് വൺ ഡയമെൻഷണൽ ഇമേജിനെയാണോ ട്രാൻസ്ഫോർമേഷൻ നടത്തേണ്ടത്, ആ ഇമേജിൻ്റെ ആ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ. സോ അതാണ് എഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തരും. ദെൻ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹഡമാർഡ് മെട്രിക്സ് ആണ്. ഹഡമാർഡ് മെട്രിക്സ് നമ്മൾ പഠിച്ചു വെക്കണം. ഹഡമാർഡ് മെട്രിക്സ് ആണ് എച്ച്. ദെൻ 2 ഡയമെൻഷണൽ ഇമേജിൻ്റെ കേസിലാണെങ്കിൽ ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ എന്താണ്? ഹഡമാർഡ് മെട്രിക്സ് ഇൻറ്റു എഫ് അഥവാ ആ ഇമേജിൻ്റെ ഫംഗ്ഷൻ ഇൻറ്റു ഹഡമാർഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ. ഹഡമാർഡ് മെട്രിക്സിൻ്റെ എന്താണ് ടി എന്ന് പറയും അല്ലേ? നമ്മളെന്താ പറയുക അതിനെ? എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ട്രാൻസ്പോസ് അല്ലേ? അഥവാ അപ്പോൾ ഹഡമാർഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും ഇൻറ്റു എഫ് ഇൻറ്റു ഹഡമാർഡ് മെട്രിക്സ് ആണ്. ഇവിടെ ഹഡമാർഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു അല്ലേ? ഇത് സിമെട്രിക് ഹഡമാർഡ് മെട്രിക്സ് എന്താണ്? സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഹഡമാർഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഹഡമാർഡ് മെട്രിക്സ് ആയിരിക്കും. അഥവാ എച്ച് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എച്ച് ആയിരിക്കും കേട്ടോ. അതൊന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക ഇവിടെ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ്, വൺ ഡയമെൻഷണൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. 2 ഡയമെൻഷണൽ ഇമേജ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഹഡമാർഡ് മെട്രിക്സ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ആകെ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു കേസാണ്. അഥവാ 1 ആണ് ഫസ്റ്റത്തെ ഹഡമാർഡ് മെട്രിക്സ്. ഇപ്പോൾ ഒരു എലമെന്റ് മാത്രമുള്ള ഹഡമാർഡ് മെട്രിക്സ് ആണെങ്കിൽ അതിൽ 1 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ ഹഡമാർഡ് മെട്രിക്സ് 2x2 ഹഡമാർഡ് മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 1 1. ദാറ്റ് മീൻസ് ഈ ഒരു ഇങ്ങനെയുള്ള ഭാഗത്തും 1 വരും. ദെൻ അതിൻ്റെ നേരെ ഇൻവേഴ്സ്, ദാറ്റ് മീൻസ് അതിൻ്റെ നേരെ നെഗേഷനാണ് ഈ ഒരു ഭാഗത്ത് വരിക. ഇവിടെയൊക്കെ 1 അല്ലേ? ഇവിടെയൊക്കെ 1 ആണ്. ഇവിടെ 1 ഇടും, ഇവിടെ 1 ഇടും, ഇവിടെ 1 ഇടും. 2x2 ആണ്. സോ ഇവിടെ ഇട്ടിട്ടുള്ള 1കളുടെ നെഗറ്റീവ് നേരെ നെഗേഷൻ, ദാറ്റ് ഈസ് -1 ആണ് ഈ ഒരു സ്ഥലത്ത് വരിക. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് 2x2 ഇട്ടുള്ള ഹഡമാർഡ് മെട്രിക്സ് ആണത്. ഇനി 2D ഇമേജിൻ്റെ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 4x4 ആയിട്ടുള്ള ഹഡമാർഡ് മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ 4x4 ആയിട്ടുള്ള ഹഡമാർഡ് മെട്രിക്സ് കണ്ടുപിടിക്കാം, ഒരു പണിയുമില്ല. എന്ത് ചെയ്യുക? 2x2 ഇല്ലേ? 2x2ന് എന്ത് ചെയ്യുക? ഇപ്പം നമ്മൾ ഇതിന് എന്ത് ചെയ്തു? 4x4 ആണിത്. ഇതിന് 4 പോർഷൻസ് ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഒരു 2x2 മെട്രിക്സ് ഒരു ഭാഗത്ത്, അതേ ഭാഗത്ത് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഈ 2 ഭാഗങ്ങളിലും അഥവാ 2 സ്ഥലങ്ങളിലും ഈ 3 സ്ഥലങ്ങളിലും എന്തായിരിക്കും ആദ്യത്തത്? അഥവാ ഇവിടെ ഇപ്പം ഈ ഒരു മെട്രിക്സ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ ഒരു മെട്രിക്സിന്റെ ഭാഗമാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു മെട്രിക്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതിൻ്റെയൊക്കെ നെഗേഷൻ, ദാറ്റ് മീൻസ് ഇവിടെയൊക്കെ ഇപ്പോൾ എന്താണ്? 1 1 1 -1 എന്നുള്ളതാണ്. 1 1 1 -1 എന്ന് എഴുതുന്നു. അതേപോലെ തന്നെ ഈ ഭാഗത്തും എന്ത് ചെയ്തു എഴുതും? നമ്മൾ ഇതിനെന്ത് ചെയ്തു? 4x4ന് 4 ഭാഗങ്ങളാക്കി മാറ്റി വെച്ചു. കാരണം നമുക്ക് 2x2ൻ്റെ കുറച്ച് 4 സെറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇങ്ങനെ നമുക്ക് 8x8 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 1 1 1 1 -1 ഇവിടെ ഇട്ടു. അതേപോലെ തന്നെ 1 1 1 -1 ഈ ഒരു സെക്ഷനിൽ ഇട്ടു. 1 1 1 -1 ഈ ഒരു സെക്ഷനിൽ ഇട്ടു. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 3 സെക്ഷനിലുള്ള ഇതിൻ്റെ നേരെ നെഗേഷനാണ് ഇവിടെ വരിക, ഈ 4ാമത്തെ സെക്ഷനിൽ വരിക. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഇവിടെയൊക്കെ എന്താണ്? 1 ആണ്. 1ൻ്റെ നെഗേഷൻ -1, 1ൻ്റെ നെഗേഷൻ -1, 1ൻ്റെ നെഗേഷൻ -1, -1ൻ്റെ നെഗേഷൻ 1 എന്നുള്ള രീതിയിൽ അത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. 3 പോർഷൻസിൻ്റെ എന്ത് ചെയ്യുന്നു? സെയിം ആയിട്ടുള്ള സംഭവം ഇടും. തൊട്ട് മുമ്പത്തെ ഹഡമാർഡ് മെട്രിക്സിൻ്റെ സംഭവം ഇടും. ദെൻ എന്ത് ചെയ്യുന്നു? ഈ 4th പോർഷനിൽ മാത്രം ഈ ഒരു ഫസ്റ്റ് പോർഷൻ്റെയും സെക്കൻഡ് പോർഷൻ്റെയും തേർഡ് പോർഷൻസിൻ്റെയും നെഗേഷനാണ് നമ്മൾ ഇവിടെ ഇടുക. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. ദെൻ 4x4 ആയിട്ടുള്ള ഹഡമാർഡ് മെട്രിക്സ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് 8x8 ആയിട്ടുള്ള ഹഡമാർഡ് മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടും. അതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണ്? എങ്ങനെ ഈസി ആയിട്ട് കിട്ടും? ഈ 4x4 എന്ത് ചെയ്തിരിക്കും? ഒരു ഭാഗത്ത് വരിക. 2ാമത്തെ ഭാഗത്തും എന്തായിരിക്കും? ഈ 4x4 മെട്രിക്സ് ആവുക. 3ാമത്തെ ഭാഗത്തും ഈ 4x4 മെട്രിക്സ് ആവുക. 4ാമത്തെ ഭാഗത്ത് എന്തായിരിക്കും? ഈ 4x4ൻ്റെ നെഗേഷൻ ആയിരിക്കും എവിടെ വരിക? 4ാമത്തെ ഭാഗത്ത് വരിക. 8x8ൻ്റെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹഡമാർഡ് മെട്രിക്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിളാണ്. ഓക്കെ. ദെൻ നമുക്കിവിടെ എങ്ങനെയാണ് ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു 1 ഡയമെൻഷണൽ ഇമേജിൻ്റെ f(x) വന്നിട്ടുണ്ട്. അതിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 0 3 ആണ് അതിലുള്ള f(x)ലുള്ള വാല്യൂസ്. നമുക്ക് ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 1 ഡയമെൻഷണൽ ഇമേജ് ആയതുകൊണ്ട് തന്നെ ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ എന്താണ്? f = h ആണ്. നമുക്കറിയാം h എന്താണ്? ഇത് 1 ഡയമെൻഷണൽ ഇമേജ് ആണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു?
ഇതിൽ എത്ര എന്നിൻ്റെ വാല്യൂ നോക്കാം. എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്. സോ 4 ആണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക എന്താണ്? 4x4 ആയിട്ടുള്ള മെട്രിക്സ് ആണ് യൂസ് ചെയ്യേണ്ടി വരിക. 4 എലമെന്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ 4x4 ആയിട്ടുള്ള ഹഡമാർഡ് മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. സോ ഞാൻ ഈ 4x4 നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാമല്ലോ. ആ 4x4 എന്ത് ചെയ്തു? ഞാനിവിടെ 1 1 1 1 1 -1 എന്ത് ചെയ്തു? ജസ്റ്റ് ആ 1 1 1 -1 എന്നുള്ള 2/2 ഇവിടെ, അതേപോലെ തന്നെ അതേ സാധനം ഇവിടെ എന്ത് ചെയ്തു? ഇതിൻ്റെ ഒക്കെ നെഗേഷൻ, ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ നെഗേഷൻ എടുത്താൽ മതി. ദാറ്റ് മീൻസ് അതായിരിക്കുമല്ലോ എല്ലാത്തിൻ്റെയും നെഗേഷനും, കാരണം അത് മൂന്നും സെയിം ആണ്. ദെൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ നെഗേഷൻ അഥവാ -1 -1 -1 1 എന്നുള്ളത്. സോ ആ 4x4 മെട്രിക്സ് ആണ് ഹഡമാർഡ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ദെൻ എന്ത് ചെയ്യുന്നു? എഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള 1 ഡയമെൻഷണൽ ഇമേജിൻ്റെ ഫംഗ്ഷൻ ആണ് എഫ് അല്ലോ. സോ അതിനെ തന്നെ ഞാൻ എന്ത് ചെയ്തു? കോളം മെട്രിക്സ് ആയിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്തു. 1/4 എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഇത് ചെയ്തു 1 2 0 3 എന്നുള്ള രീതിയിൽ കോളം മെട്രിക്സ് ആക്കി റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ H × F ആണ്. ദാറ്റ് മീൻസ് എഫ് നമ്മൾ ഇത് മെട്രിക്സ് ആക്കി വെച്ചു, എച്ചിന് നമുക്ക് ഓൾറെഡി ഉള്ള മെട്രിക്സ് ആണ്. സോ ഇതിന് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇങ്ങനെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ 1 × 1 1 പ്ലസ് 1 × 2 പ്ലസ് 1 × 0 0 പ്ലസ് 1 × 3. സോ ഇത് മൊത്തം കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും. അതുപോലെ തന്നെ ഓരോന്നും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റോന് ഈ ഒരു കോളം കൊണ്ട്, ഈ ഒരു റോന് ഈ ഒരു കോളം കൊണ്ട്, ഈ ഒരു റോന് ഈ ഒരു കോളം കൊണ്ട്, അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 - 4 0 2 അല്ലെങ്കിൽ 6 - 4 0 2 ആണ് നമുക്ക് എന്ത് കിട്ടുക? എഫ് ആയിട്ട് കിട്ടുക. സോ ഇതാണ് എന്ത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 2 ഡയമെൻഷണൽ ഇമേജിൻ്റെ കേസിൽ ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് f(x). ദാറ്റ് മീൻസ് 2 ഡയമെൻഷണൽ ഇമേജിൻ്റെ മെട്രിക്സ് ഫോമാറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 4x4 ആണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇതാണ് ആ ഒരു 2 ഡയമെൻഷണൽ ഇമേജിൻ്റെ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, f(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് വാല്യൂ ഇതാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം. ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? H × F × H ട്രാൻസ്പോസ് ആയിരുന്നു. ഇത് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഹഡമാർഡ് മെട്രിക്സ് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? H × F × H എന്ന് തന്നെ എഴുതാം. കാരണം എന്താണ്? H ട്രാൻസ്പോസ് = H ആണ്, കാരണം സിമെട്രിക് ആയതുകൊണ്ട്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം H നമുക്ക് അറിയുന്നതാണ്. ഈ 4x4 ഇവിടെ നമ്മൾ പഠിച്ച 4x4 ഇവിടെ എഴുതാം. അതുപോലെ തന്നെ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എഫ് ഇവിടെ എഴുതുന്നു. ദെൻ അതിനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു മെട്രിക്സ് ഇവിടെ കിട്ടും. ആ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും H കൊണ്ടല്ലേ, H ട്രാൻസ്പോസ് പറഞ്ഞാൽ H ആണ്. ദാറ്റ് മീൻസ് H കൊണ്ട് തന്നെ വീണ്ടും H നമുക്ക് അറിയുന്നതാണ് 4x4. സോ അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ 34 2 - 6 - 6 2 2 2 2 2 -6 2 2 2 -6 2 2 2 2 എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷൻ്റെ ആൻസർ ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വാഷ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നും ഹഡമാർഡിൻ്റെയും വാഷിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, വിട്ടുപോയതാണ്. 1 ഡയമെൻഷണൽ ബേസിക് ഫംഗ്ഷന് അഥവാ നമ്മളിപ്പോൾ ഈ ഒരു കേസ് എടുക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഹഡമാർഡ് ഹഡമാർഡ് മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇത് കണ്ടുപിടിച്ചത് നമുക്കറിയാം ഈ ഒരു രീതിയിലാണ്. ഇവിടെ ഫസ്റ്റത്തെ ഹഡമാർഡ് മെട്രിക്സിൽ എന്താണ്ടാവുക? ഫസ്റ്റ് എലമെന്റ്, ദാറ്റ് മീൻസ് 0 0 എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്? 1 ആണ് കിട്ടുക. രണ്ടാമത്തെ 1ന്റെ എന്ത് ചെയ്തു? 1 ഫസ്റ്റ് എലമെന്റ് ആയി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സെക്കൻഡ് എലമെന്റ് 1, തേർഡ് എലമെന്റ് 1, ഫോർത്ത് എലമെന്റ് -1 എന്നുള്ള രീതിയിൽ എടുത്താണ് നമുക്ക് 2/2 ആയിട്ടുള്ള ഹഡമാർഡ് മെട്രിക്സ് കിട്ടിയത്. ഇതിന്റെ ഇതെടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത്? 4/4 കിട്ടിയത് ആ ഒരു രീതിയിൽ. സോ ഈ ഹഡമാർഡ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ബേസിസ് ഫംഗ്ഷൻ ആണ് 1 ഡയമെൻഷണൽ ബേസിസ് ഫംഗ്ഷൻ ആണ് ഈ ഒരു g(xu) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് പ്രോബ്ലം എന്ന് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. പക്ഷെ ഈ ഒരു തിയറമാണ് അതിൻ്റെ ഈ എല്ലാത്തിൻ്റെയും ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് ഈ ഒരു g(xu) എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബേസിസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മെട്രിക്സിലുള്ള ഓരോ വാല്യൂസും നമ്മൾ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ -1 ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചത്.
ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈസിനെസ്സിന് എന്താക്കി ഇവിടെയും ഇവിടെയും 1 ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും -1 ഇവിടെ വരിക. അങ്ങനെയാണ് അതിന്റെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ -1 ആയിരിക്കും കിട്ടുക. സോ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ g of x u എന്ന് പറഞ്ഞിട്ടുള്ള ഈ വൺ ഡയമെൻഷണൽ ബേസിസ് ഫംഗ്ഷൻ ഇവിടെ മനസ്സിലാക്കി വെക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ g of x u ഈക്വൽ ടു -1 ഓൾ റൈസ് ടു സമ്മേഷൻ i ഈക്വൽ ടു 0 to n-1 bi of x bi of u എന്നുള്ളതാണ് വരിക. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഡൊമൈൻ വേരിയബിൾ ആണ്, യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈൻ വേരിയബിൾ ആണ്. ഇങ്ങനെ നമുക്ക് ഓരോ g of x u നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ g of 0 നമുക്ക് g of 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 0 എന്ന് പറഞ്ഞാൽ 1 ആയിട്ടാണ് വരിക. g of 0 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. അതാണ് ഇവിടെ +1 ആണ്. g of 0 നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച് നോക്കും, നമുക്ക് എന്താ കിട്ടുക, +1 എന്നാണ് കിട്ടുക. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഈ ഹഡമാർഡ് മെട്രിക്സിൽ എന്ത് വന്നത്, +1 എന്നുള്ളത് g of 0 ആയിട്ട് വന്നിട്ടുള്ളത്. അതൊന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഇവിടെ ബി ഐ ഓഫ് എക്സ് എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ബിറ്റാണ്. ഏത്, ith ബിറ്റ് ഓഫ് എക്സ് ആണ്. ith ബിറ്റ് ഓഫ് എക്സ്, ith ബിറ്റ് പറഞ്ഞാൽ ഇവിടെ 0 to n-1 വരെ ബിറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെയൊക്കെ സമ്മേഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക, ഇതിൻ്റെ -1 റേസ്റ്റ് ആയിട്ട് വരിക. സോ അപ്പോൾ ഈ ഒരു കേസിൽ 0th ബിറ്റ് ഓഫ് എന്താണ്, എക്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇതിലുണ്ടാവും 0 ആണ് ഇവിടുത്തെ എക്സ് ആയിട്ട് വരിക. സോ 0th ബിറ്റ് ഓഫ് 0, അതേപോലെ തന്നെ 0th ബിറ്റ് ഓഫ് 0 നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെയൊക്കെ സമ്മേഷൻ ചെയ്യുമ്പോൾ ദെൻ ഫസ്റ്റ് ബിറ്റ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സമ്മേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, g of x u കിട്ടുക. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹഡമാർഡ് മെട്രിക്സിലുള്ള ഓരോ എലമെന്റ്സും കിട്ടുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയാണ് ഹഡമാർഡ് ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ വാഷ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നുള്ളത് നോക്കാം.